ഈ ലോകം വളരെ വിചിത്രമാണ്. ഒരു ഭാഗത്ത് ഇലക്ഷൻ, പാർട്ടി, വോട്ട്, മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്കൂള്, കോളേജ്, എക്സാം, ജോലി. പക്ഷേ ഇത് മാത്രമല്ല നമ്മുടെ ലോകം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വർഷം നീണ്ടു നിന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷവും ഇതുവരെ അതെന്താന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ ലോകത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് UFO ഇൻസിഡന്റ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കാം. പറ്റുമെങ്കിൽ ഒരു ലൈക്കും ഒരു കമന്റും കൂടിയാണ് ശ്രമിക്കുക. UFO അല്ലെങ്കിൽ ഏലിയൻ അബ്ഡക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഒരിക്കലും റിയൽ ആവാൻ യാതൊരു വഴിയില്ല എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും ഏതൊരു മനുഷ്യന്റെ തലയിലേക്ക് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് റിയൽ ആയിരിക്കരുത് എന്നുള്ളൊരു കൺക്ലൂഷൻ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിശ്വാസത്തെ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി ഒട്ടുമിക്ക UFO കേസസും ഇതുപോലുള്ള ഫേക്ക് കേസസ് ആണ്. ഇന്ന സ്ഥലത്ത് ഒരു പറക്കുംതളിയോ വന്നു അവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത പ്രചരിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഓട്ടോമാറ്റിക്കലി ഫേമസ് ആവും. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനും UFO എന്നുള്ള ഒരു ടൈറ്റിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു 100 UFO എൻകൗണ്ടർ എടുത്തു എന്ന് വിചാരിക്കുക. അതിലുള്ള 95 കേസസും ഫേക്ക് ആയിരിക്കും. അതിൽ ബാക്കി വരുന്ന 5 കേസ് ആയിക്കോട്ടെ 100% റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവമാണ്. ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള UFO കേസുകളെല്ലാം ഈ പറയുന്ന 5% പെടുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതല്ല ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയത് എന്നതിന്റെ അർത്ഥം അത് ഫേക്ക് ആണെന്നല്ല. ഈ ലോകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് 1952 ഒരു സെപ്റ്റംബർ മാസമാണ്. നാറ്റോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. ഈ ഓർഗനൈസേഷൻ ആ കാലത്ത് ഒരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ള നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തു. ഇവർ കണ്ടക്ട് ചെയ്ത ഈ ഒരു നേവൽ എക്സസൈസിന്റെ പേര് ഓപ്പറേഷൻ മെയിൻ ബ്രേസ് എന്നായിരുന്നു. ഏതൊരു UFO എൻകൗണ്ടറിന്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് ആരാണ് കണ്ടത്, ആർക്കാണ് ഈ ഒരു സംഭവം സംഭവിച്ചത്. ഇവിടെ ഈ ഒരു എൻകൗണ്ടർ സംഭവിച്ചിരിക്കുന്നത് ഒരു നേവൽ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടണം, അത് എഴുതപ്പെടണം എന്നുള്ളത് ഇവരുടെ ഒരു പ്രൊസീജിയറാണ്. അപ്പോ ഇവിടെ ഓപ്പറേഷൻ മെയിൻ ബ്രേസിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ വെച്ചാൽ ഇവരുടെ കൈവശമുള്ള ഡിഫൻസീവ് കേപ്പബിലിറ്റി സോവിയറ്റ് യൂണിയനെ കാണിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നേവൽ, എയർ, ഗ്രൗണ്ട് ഫോഴ്സും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു ഈ ഒരു എക്സസൈസ് അവർ കണ്ടക്ട് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ മിലിറ്ററി എക്സസൈസ് പോലെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നുക. പക്ഷേ 200-ൽ പരം കപ്പലുകൾ, 1000-ന് മുകളിൽ എയർക്രാഫ്റ്റുകൾ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 80,000-ഓളം നേവൽ ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 9 രാജ്യങ്ങളുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഓപ്പറേഷൻ മെയിൻ ബ്രേസ് എന്ന് പറയുന്നത്. നാറ്റോ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ അന്ന് രണ്ടും കൽപ്പിച്ചാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ മിലിറ്ററി എക്സസൈസ് പോലെ കണ്ടക്ട് ആവുമെന്നാണ് ഇവർ ആദ്യം വിചാരിച്ചത്. പക്ഷേ UK മിലിറ്ററിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും എവിഡന്റ് ആയിട്ടുള്ള ഒരു UFO എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് നടന്ന ഒരു വേദിയുടെ വലിപ്പം എന്തോരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ സെപ്റ്റംബർ 13 ഡാനിഷ് ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒരു എസ്കോർട്ട് കപ്പൽ ഉണ്ടായിരുന്നു. ഈ കപ്പലായിക്കോട്ടെ നോർത്ത് സീയിലൂടെ സെയിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ദിവസം രാത്രി ഇവർ നോർമലി സെയിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ആകാശത്ത് എന്തൊരു സംഭവത്തെ കാണുന്നത്. ആദ്യം ഇതിന് ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും എന്നാണ് ഇവർ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് ഇവർ വലിയ മൈൻഡ് ആക്കിയില്ല. പക്ഷേ ഈ ഒരു സംഭവം അടുത്തേക്ക് വന്നപ്പോഴാണ്, അതായത് ഈ ഒബ്ജക്റ്റ് വരുന്നത് സൗത്ത് വെസ്റ്റ് സൈഡിലൂടെയാണ്. അപ്പോ ഈ ഒരു സംഭവം ഈ ഒരു ഷിപ്പിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇവര് ഇതിന് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. ഇവിടെ 1-2 ആൾക്കാർ കണ്ട എൻകൗണ്ടറിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ആ കപ്പലിലുള്ള ഫുൾ ക്രൂ ഈ ഒരു സംഭവത്തെ നോക്കി നിൽക്കുകയാണ്. അതും ഇവർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നേവൽ ഓഫീസേഴ്സ് ആണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഇവരുടെ എല്ലാവരുടെയും ടെസ്റ്റിമണി അനുസരിച്ച് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് അവരന്ന് നേരിട്ട് കണ്ടത്. അതുമാത്രമല്ല ഈ ഒരു ഒബ്ജക്റ്റിന്റെ നടുക്ക് ഒരു ബ്ലൂ കളർ ലൈറ്റ് അവർ കണ്ടതായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റ് കപ്പലിന്റെ അടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. അതിനുശേഷം ഒരിടത്ത് പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് ആ സംഭവം തിരിഞ്ഞിട്ട് ഒരു ഷാർപ്പ് റൈറ്റോ ലെഫ്റ്റോ ടേൺ എടുത്തിട്ട് അത് നേരെ ഷൂട്ട് ചെയ്തു. ആ സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്ത ആ ഒരു സ്പീഡ്, ആ ഒരു വേഗത കണ്ട് ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരെന്താണ് കണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സംഭവം സ്പേസിലേക്ക് പോയതായിട്ടാണ് ഇവരെല്ലാവരും പറയുന്നത്. ഈ കപ്പലിലുള്ള ക്രൂയുടെ കമാൻഡർ ആയിട്ടുള്ള ജെൻസൺ എന്ന പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേവൽ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു സംഭവത്തിന് മിനിമം ഒരു 900 മൈൽസ് പെർ അവർ സ്പീഡ്, അതായത് ഒരു 1000-1400 കിലോമീറ്റർ പെർ അവർ സ്പീഡെങ്കിലും കാണുമെന്നാണ് അവർ പറയുന്നത്.
അതും ഈ ഒരു സംഭവം ആക്സലറേറ്റ് ചെയ്ത് പോയതിന്റെ വേഗത അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് എന്ത് സ്പീഡിലാണെന്ന് പോയെന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഒരു കാര്യത്തിൽ വളരെയധികം ഉറച്ചു നിൽക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും വേഗതയേറിയ എയർക്രാഫ്റ്റിന്റെയും ഫാസ്റ്റർ ആയിരുന്നു ഈ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന് അറിയാത്ത വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 19 ഒരു ബ്രിട്ടീഷ് എയർഫീൽഡിൽ വെച്ചിട്ടാണ് അടുത്ത ഇൻസിഡന്റ് നടക്കുന്നത്. ആ ദിവസം രാവിലെ ഒരു 11 മണിക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് മീറ്റിയോർ എന്നാണ്. RAF ടോപ്പ് ക്ലിഫ് എന്ന് പറയുന്ന ഒരു എയർഫോഴ്സ് ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എയർഫോഴ്സ് ബേസിലേക്ക് ഈ ഒരു ജെറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ലാൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഈ എയർഫോഴ്സ് ബേസിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ താഴെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ക്രൂ ഈ ഒരു എയർക്രാഫ്റ്റ് പുറയിൽ എന്തോ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അതെന്താണെന്ന് അടുത്ത് നോക്കിയപ്പോഴാണ് ഒരു വട്ടത്തിലുള്ളൊരു സംഭവം, ഒരു UFO പോലത്തെ ഒരു സംഭവം ഈ ഒരു എയർക്രാഫ്റ്റിനെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് അവിടെയുള്ള ആൾക്കാരെല്ലാവരും കണ്ടത്. ഈ എയർഫോഴ്സ് ബേസിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിന്റെ പേരാണ് ജോൺ കിൽബേൺ. അപ്പോൾ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ അദ്ദേഹം പറയുന്നത് ഈ സംഭവം സാധാരണ ഒരു എയർക്രാഫ്റ്റ് പോകുന്നത് പോലെയല്ല പോയത്. ഈ ഒരു UFO സാധാരണ എയർക്രാഫ്റ്റ് പോകുന്നത് പോലെയല്ല പോയത്. ഒരു പെൻഡുലം എങ്ങനെയാണ് അനങ്ങുന്നത്, ഇങ്ങനെയല്ല ഒരു പെൻഡുലം ഇങ്ങനെ പോകുന്നത്. ആ ഒരു മോഷനിലാണ് ഈ ഒരു സംഭവം ഈ എയർക്രാഫ്റ്റിന്റെ പുറകെ ഇങ്ങനെ പോയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഒരു ഇല താഴത്തേക്ക് വീഴുന്ന പോലെ പയ്യെ താഴേക്ക് ഇങ്ങനെ വീണ് പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു സംഭവം മിഡ് എയറിൽ ഇങ്ങനെ നിൽക്കുന്നു. അത് പയ്യൊന്ന് തിരിയുന്നു, വെസ്റ്റ് സൈഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അത് പിന്നെ എങ്ങോട്ടാ പോയെന്നുള്ളത് ഇവരാരും കണ്ടില്ല. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ടെസ്റ്റിമോണിയോടൊപ്പം ഇദ്ദേഹം വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കരിയറിൽ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തെ ഇദ്ദേഹം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്ലൈയിങ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഇദ്ദേഹം കാണുന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 20 ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അടുത്ത ഇൻസിഡന്റ് നടക്കുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു എയർക്രാഫ്റ്റ് കാരിയറിന്റെ ഫോട്ടോ. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ വലിപ്പം എന്തോരോട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പല ലെയറുകളായിട്ടാണ് ശരിക്കും എയർക്രാഫ്റ്റ് കാരിയറിന് ഇരിക്കുന്നത്. അതായത് അറ്റ് എ ടൈം ഒരു എയർക്രാഫ്റ്റ് കാരിയറിനകത്ത് 1000-ഓളം ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വെസലിനകത്ത് ഒരുപാട് നേവി പൈലറ്റ്സ് ആയിക്കോട്ടെ, നേവി ഓഫീസേഴ്സ് ആയിക്കോട്ടെ, അവിടെയുള്ള മറ്റുള്ള സ്റ്റാഫുകളായിക്കോട്ടെ, അങ്ങനെ 1000-ഓളം ആൾക്കാർ അറ്റ് എ ടൈം അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം ഇവരുടെ ഓപ്പറേഷൻ സാധാരണ പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ഈ എയർക്രാഫ്റ്റ് കാരിയറിന്റെ മുകളിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് എല്ലാവരും കണ്ടത്. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ബോൾ പോലത്തെ ഒരു ഒബ്ജക്റ്റ് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള എയർ സ്പീഡിലൂടെയാണ് ഈ സംഭവത്തിന് മുകളിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തത്. അതോടൊപ്പം തന്നെ ആ എയർക്രാഫ്റ്റ് കാരിയറിലുള്ള മൾട്ടിപ്പിൾ ആൾക്കാർ, മൾട്ടിപ്പിൾ ക്രൂ മെമ്പേഴ്സ് മൾട്ടിപ്പിൾ ആംഗിൾസ് നിന്ന് ഈ ഒരു സംഭവത്തെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. ഇത് 1952 ആയതുകൊണ്ട് തന്നെ ആ കാലത്തെ ഇമേജിംഗ് ടെക്നിക്സ്, അതായത് ഫോട്ടോഗ്രാഫിന്റെ ടെക്നിക് എന്നൊക്കെ പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ദിവസം ആ സമയത്ത് ഒരു സിവിലിയൻ ഫോട്ടോഗ്രാഫർ ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു സംഭവത്തിന് ഫോട്ടോ എടുത്തു. ഇദ്ദേഹത്തിന്റെ പേര് വാലസ് ലിറ്റ്വിൻ എന്നാണ്. അദ്ദേഹം പല രീതിയിലുള്ള പല കളറിലുള്ള ഫോട്ടോഗ്രാഫുകൾ എടുത്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അന്ന് അദ്ദേഹം എടുത്ത ഒരു ഫോട്ടോഗ്രാഫും ആ ക്രൂവിലുള്ള ആൾക്കാർ മുഴുവനും കണ്ട ഒരു ഒബ്ജക്റ്റുമാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ഫോട്ടോഗ്രാഫിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ കളേർഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഫോട്ടോഗ്രാഫുകളെല്ലാം നേവൽ ഇന്റലിജൻസിന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, അതായത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം പിന്നെ പുറം വെളിച്ചം കണ്ടിട്ടില്ല. അതേ ദിവസം തന്നെ വൈകിട്ട് ഒരു 7:30 മണിയായപ്പോൾ ഡെൻമാർക്കിലുള്ള കറൂപ്പ് എന്ന് പറയുന്ന ഒരു നേവൽ ബേസ് ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു 3 എയർഫോഴ്സ് ഓഫീസേഴ്സ് ഒരു സംഭവത്തെ കണ്ടു. ഒരു സിൽവർ മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അവരുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ് അവർ കണ്ടത്. ഇതൊരു ക്ലാസിഫൈഡ് എൻകൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഈ 3 ആൾക്കാരുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല. തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 21 6 എയർഫോഴ്സ് പൈലറ്റുകൾ നോർത്ത് സീയുടെ മുകളിൽ കൂടെ ഒരു ഫോർമേഷനിൽ, അതായത് ഒരു മിലിറ്ററി ഫോർമേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇവരുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് അവരിങ്ങനെ ക്രോസ് ചെയ്തു പോയത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഇവരെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് ആദ്യം വന്നത്. ഇവരുടെ കൈവശമുള്ളത് ഒരു ഫൈറ്റർ ജെറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാത്ത എന്തോ ഒരു ഒബ്ജക്റ്റ് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ഇവരെ പാസ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു ക്യൂരിയോസിറ്റി സ്ട്രൈക്ക് ചെയ്യുകയും ആ ഒരു സംഭവത്തെ ഫോളോ ചെയ്യാനും അതിനെ ഓടിച്ചിട്ട് പിടിക്കാനും ഇവർ നോക്കി.
പക്ഷേ ഈ ഒരു സംഭവം ആക്സിലറേറ്റ് ചെയ്ത് പോയ പോക്ക് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സംഭവത്തെ അവർ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു ശ്രമം പരാജയപ്പെടുകയും ഇവരെല്ലാവരും അവരുടേതായിട്ടുള്ള ബേസുകളിലേക്ക് തിരികെ പോവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പൈലറ്റ് ബേസിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇദ്ദേഹം വെറുതെ ഒന്ന് പുറയിലോട്ട് നോക്കിയതാണ്. അപ്പോൾ ദാ കിടക്കുന്നു, നേരത്തെ ഇദ്ദേഹം ചേസ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ഇദ്ദേഹത്തിന് പുറകെ ഫോളോ ചെയ്ത് ഇങ്ങനെ വച്ചു പിടിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ ഒരു ലാൻഡിങ് അബോർട്ട് ചെയ്തിട്ട്, അതായത് ലാൻഡിങ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്തെങ്കിലും രക്ഷയുണ്ടോ? ഈ സംഭവത്തിന് ഒടുക്കത്തെ ആക്സലറേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടോ പിന്നെയും പോയി. അങ്ങനെ ആ ശ്രമം വീണ്ടും പരാജയപ്പെടുകയും ഇദ്ദേഹം തിരിച്ച് നേവൽ ബേസിലേക്ക് പോവുകയും ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒബ്ജക്റ്റ് ഈ ഫൈറ്റർ ജെറ്റിന്റെ അടുത്തൂടെ വന്നിട്ട് പോലും ഫൈറ്റർ ജെറ്റിന്റെ അകത്തുള്ള റേഡാറിൽ ഇതിന് പിടിച്ചിട്ടില്ല. അത് മാത്രമല്ല, ബേസിലുള്ള റേഡാറിലും ഈ ഒരു ഒബ്ജക്റ്റിനെ പിടിച്ചിട്ടില്ല. അങ്ങനെ ആ മാസം 27, 28 ആ ഒരു സമയങ്ങളിൽ ജർമ്മനി, ഡെൻമാർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള ലൂമിനസ് ആയിട്ടുള്ള തിളങ്ങുന്ന എന്തൊരു ഒബ്ജക്റ്റ് ആകാശത്ത് അവിടേക്കായിട്ട് സ്പോട്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ എൻകൗണ്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഈ വിവരങ്ങളൊക്കെ വരുന്നു. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു തരത്തിൽ ഉൽക്ക ഭൂമിയിലേക്ക് വീഴുന്ന ഒരു അപ്പിയറൻസോടുള്ള ഒബ്ജക്റ്റിനെ കാണുന്നു, സിഗാർ ഷേപ്പിലുള്ള ഒബ്ജക്റ്റിനെ കാണുന്നു, അത് കോല് പോലത്തെ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു. അങ്ങനെ പല രീതിയിലുള്ള, പല ഷേപ്പിലുള്ള, പല സൈസിലുള്ള UFOനെയാണ് ശരിക്കും അവരെല്ലാവരും ഈ പറഞ്ഞ നേവൽ ഓർഗനൈസേഷൻ എല്ലാവരും വിറ്റ്നസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ മെയിൻ ബ്രേസ് UFO എൻകൗണ്ടർ എന്ന് പറയുന്ന ലോകോത്തര ഫേമസ് ആയിട്ടുള്ള UFO എൻകൗണ്ടർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ UFO കേസസ് പോലെയും ഒരുപാട് ആൾക്കാർ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇതിനെ ഡീബങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടുത്തെ ആദ്യത്തെ എൻകൗണ്ടർ സംഭവിക്കുന്നത് ഒരു രാത്രി സമയത്തായതുകൊണ്ട് തന്നെ ഇവര് ഒരു ജെറ്റിനെ കണ്ടിട്ട്, അതായത് ആ സമയത്ത് ഇവിടുത്തെ എയർ സ്പേസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരൊരു ജെറ്റിനെ കണ്ടിട്ട് അതിനെ ഒരു UFO ആയിട്ട് മിസ്റ്റേക്ക് ചെയ്തതായിരിക്കും എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് അവർ ഡീബങ്ക് ചെയ്യാൻ നോക്കുന്നത്. അത് മാത്രമല്ല, ഇവർ പറയുന്ന വേറൊരു ഡീറ്റെയിൽ ആണ്, ഈ ഒരു സംഭവത്തിന്റെ നടുക്ക് ഒരു ബ്ലൂ കളർ കണ്ടു എന്നുള്ളത്, ഒരു ബ്ലൂ കളർ ലൈറ്റ് കണ്ടു എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ പറയുന്നത്, ഒരു ജെറ്റിന്റെ പുറയില് ആഫ്റ്റർ ബേർണർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വിമാനത്തിന്റെ പുറയില് ഒരു ജെറ്റിന്റെ ആ ഒരു ബേണിംഗ് എഫക്റ്റ് ആണ് ശരിക്കും ആഫ്റ്റർ ബേർണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കണ്ടിട്ടായിരിക്കാം ഈ പറയുന്ന ഈ ഒരു ട്രയാങ്കിളിന്റെ നടുക്ക് ഈ പറയുന്ന ഒരു ബ്ലൂ കളർ കണ്ടേന്നാണ് ഇവർ എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, ഈ ഒരു എൻകൗണ്ടർ വിറ്റ്നസ് ചെയ്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ ശബ്ദം എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ആ കാലത്ത് യാതൊരു ശബ്ദവും ഇല്ലാത്ത ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഡീബങ്കേഴ്സ് പറയുന്നത്. ഇപ്പോൾ പോലും അങ്ങനത്തെ ഒരു ഫൈറ്റർ ജെറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദ്യത്തെ എൻകൗണ്ടർ ഡീബങ്ക് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ സാധാരണ ആൾക്കാരല്ല, സാധാരണ അവിടെ നടക്കുന്ന ആൾക്കാരല്ല. ഇവർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നേവൽ ഓഫീസേഴ്സ് ആണ്. അവർക്ക് ഫ്ലൈറ്റ് എന്താണ്, ഫൈറ്റർ ജെറ്റ് എന്താന്നുള്ള ഒരു കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ UFO എൻകൗണ്ടർ എന്ന് പറയുന്നത്, ആ ഫൈറ്റർ ജെറ്റിന്റെ പുറകില് ഒരു സംഭവം ഇല പോലെ ഇങ്ങനെ പെൻഡലം പോലെ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം, അത് നേരെ ഇല പോലെ താഴത്തേക്ക് വീഴുന്നു, അത് അവിടെ നിൽക്കുന്നു, ദിശ തിരിയുന്നു, നേരെ ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് രണ്ടാമത്തെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ശരിക്കും വെതർ ബലൂൺ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ശരിക്കും ഒരു വെതർ ബലൂൺ എന്ന് പറയുന്നത്. അത് താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഇതുപോലെ ഒരു പെൻഡുലം വീഴുന്ന പോലെ, ഒരു ഇല വീഴുന്ന പോലെ താഴത്തേക്ക് വീഴുന്ന ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഡീബങ്കേഴ്സ് പറയുന്നത്. ഇവർ പറയുന്ന ഈ ഒരു പോയിന്റ് വളരെയധികം ശരിയാണ്, നമുക്ക് അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്നറിയോ, ഈ സംഭവം നേരെ താഴത്തേക്ക് വീണു എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോട്ടെ നോക്കാം. ഈ സംഭവം നേരെ താഴത്തേക്ക് പെൻഡുലം പോലെ, ഒരു ഇല വീഴുന്ന പോലെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീണു, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നു, ദിശ തിരിഞ്ഞു, നേരെ ഷൂട്ട് ചെയ്യാണ് ചെയ്തത്, നേരെ ആക്സിലറേറ്റ് ചെയ്യാണ് ചെയ്തത്. അതും ഈ ഇൻസിഡന്റ് എല്ലാം വിറ്റ്നസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ആ ബേസിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് കേസോ അതോ ഒരാളുടെ മനസ്സിൽ തോന്നിയ ഒരു സംഭവം അല്ല. അതും നേരത്തെ പോലെ ഇവർ നേവൽ ഓഫീസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്ലൈറ്റ് എന്താണ്, വെതർ ബലൂൺ എന്താണ് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം. അന്ന് അവർ കണ്ടത് വെറും ഒരു വെതർ ബലൂൺ ആണ് എന്നുള്ളൊരു ക്ലെയിം ആ വർഷം മുതൽ 1952 മുതലേ ഉള്ള ഒരു ഡീബങ്കിങ് സ്റ്റോറിയാണ്. പക്ഷേ ഇൻ റിയാലിറ്റി അന്ന് അവർ കണ്ടത് വെറും ഒരു വെതർ ബലൂൺ ആണ് എന്നുള്ളൊരു കാര്യം ആ ഓഫീസേഴ്സ് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതും പറഞ്ഞ് ഡീബങ്ക് ചെയ്യുന്ന ആൾക്കാരോട് ഇവർ പറയുന്നത് ഞങ്ങൾ മണ്ടന്മാരല്ലെന്നാണ്. പിന്നീടുള്ളത് നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫിയിൽ കാണുന്ന ആ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ അതിനും അവർ പറയുന്നത് ഇതൊരു വെതർ ബലൂൺ ആയിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഒരു സമയത്ത് ഈ ഒരു ഡേറ്റിൽ ഒരുപാട് വെതർ ബലൂൺസ് ആ സമയത്തൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് കാരിയറിന്റെ അടുത്തും ഇതേപോലുള്ള വെതർ ബലൂൺസ് ഒക്കെ ഉണ്ടാവും എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വെതർ ബലൂണിനെ കണ്ടിട്ട് ഒരു മിസ്റ്റേക്ക് ചെയ്താണ്. ഓക്കെ, സമ്മതിച്ച്
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവര് നേവൽ ഓഫീസേഴ്സ് ആണ്. അവർക്ക് വെതർ ബലൂൺ എന്താണ്, ഒരു ഫ്ലൈറ്റ് എന്താണ്, ഒരു കിളി എന്താണ്, സൂര്യൻ എന്താണെന്നുള്ളതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ ഡേ ടു ഡേ ജോലിയാണത്. അവർ വിറ്റ്നസ് ചെയ്ത് ഇത്തരത്തിലുള്ള എൻകൗണ്ടർ വെറും ഒരു വെതർ ബലൂൺ ആണെന്ന് പറഞ്ഞ് ഡീബങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡാണ് ഞാൻ ആലോചിക്കുന്നത്. അതും ഇവിടെ ഒരാൾ മാത്രമാണ് വിറ്റ്നസ് ചെയ്തെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക. മൾട്ടിപ്പിൾ ആൾക്കാർ മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്നാണ് ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത്. അതും എല്ലാവരും നേവൽ ഓഫീസേഴ്സും കൂടിയാണ്. പക്ഷെ ഡീബങ്കേഴ്സിന് ഉത്തരം കൂട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം താഴത്തേക്ക് വരുന്ന ഒരു കാര്യം അവർ പറയുന്നുണ്ട്. അത് അവർ ഡീബങ്ക് ചെയ്ത ഒരു വെതർ ബലൂൺ ആണെന്ന് പറഞ്ഞ് ഡീബങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇത്ര അധികം സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ വെതർ ബലൂണിന്റെ അകത്ത് നമ്മളൊരു റോക്കറ്റ് എന്തെങ്കിലും വെച്ചാൽ മാത്രമാണ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ? ഇവർക്ക് ഇവിടെ ആകെ ഡീബങ്ക് ചെയ്യാൻ പറ്റിയ കേസ് എന്ന് പറയുന്നത് ഈ 3 നേവൽ ഓഫീസേഴ്സ് ഒരു സിൽവർ ഷേപ്പ് UFO ആകാശത്ത് കണ്ടു എന്നുള്ളൊരു കേസ് മാത്രമാണ്. ഇതൊരു ഈവനിങ് സമയത്തുകൊണ്ട് തന്നെ ദൂരെ പറക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ സൂര്യൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടതായിരിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫിനോമിനൻ സംഭവിക്കുമ്പോൾ നമുക്ക് ആ ഒരു എയർക്രാഫ്റ്റിന്റെ ചിറകൊന്നും കാണാൻ കഴിയില്ല, ഒരു ഡിസ്ക് പോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ഡീബങ്കിങ് ആണ് ഇവരെല്ലാവരും കൊണ്ടുവരുന്നത്. അത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് അവസാനത്തെ ദിവസങ്ങളിൽ നടന്നതാണ്. അതായത് ഈ ഫൈറ്റർ ജെറ്റ് ഈ ഒരു UFOന് പുറകെ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, പുറകെ പോയി ചേസ് ചെയ്യുന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതിനും ഡീബങ്കേഴ്സ് ഒരു ന്യായം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇത് വേറൊരു എയർക്രാഫ്റ്റ് ആയിരിക്കും, നാറ്റോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ വേറൊരു എയർക്രാഫ്റ്റിനെ ആയിരിക്കും ഇവർ ചേസ് ചെയ്തതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫൈറ്റർ ജെറ്റിനെ കണ്ടാൽ മനസ്സിലാവില്ലേ? ഞാൻ വേറൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് കറൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടന്ന ഈ UFO കേസ് ഒഴിച്ച് ബാക്കിയൊന്നും ഡീബങ്ക് ചെയ്തിട്ടില്ല. ആരെങ്കിലും അത് ഡീബങ്ക് ചെയ്തു എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു എക്സ്പ്ലനേഷനൊക്കെ വന്ന് പറയുള്ളൂ. അതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി, ഫുൾ സ്റ്റോറി അവർ കേട്ടിട്ടില്ല. ഇവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഓഫീസേഴ്സ് ആയിക്കോട്ടെ, നേവൽ ഓഫീസേഴ്സ് ആയിക്കോട്ടെ, പൈലറ്റ് ആയിക്കോട്ടെ, അവർക്കറിയാത്ത ഏത് വെതർ ബലൂൺ, ഏത് ഫൈറ്റർ ജെറ്റ്, ഏത് സംഭവങ്ങളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ UFO എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ ഞാൻ വിശ്വസിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻസിഡൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് ഡീബങ്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ ഈ UFO എന്നൊക്കെ പറയുമ്പോൾ അത് കള്ളമാണ് എന്നുള്ളൊരു സംഭവം, ആ ഒരു മൈൻഡ് സെറ്റോടെ ആയിരിക്കും നമ്മൾ ഇത് UFOനെ ആ ഒരു സംഭവത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു 90-95% കേസസും ഫേക്ക് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാം ഫേക്ക് ആണെന്നല്ല, എല്ലാം ഡീബങ്ക് ചെയ്യപ്പെട്ടതാണെന്നല്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഇവിടെയുള്ള ആരും ഇത് ഏലിയൻ ആണെന്ന് പറയുന്നില്ല, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണെന്ന് പറയുന്നില്ല, ഒരു അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇവർ പറയുന്നില്ല. ഇവർക്ക് അറിയില്ലാത്ത ഒരു UFO എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. ഇപ്പൊ മോഡേൺ ഡേ UAP എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. ഞാൻ പല വീഡിയോസിലും പറയാറുള്ള കാര്യം തന്നെയാണ്, എല്ലാ UFOസും ഏലിയൻ ആവണമെന്നില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതെന്തായിരിക്കും എന്നുള്ളത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു കേസ് ആദ്യമായിട്ടാണ് ഒരു മലയാളി വന്ന് പറയുന്നത് എന്നതിന്റെ അർത്ഥം ഇത് തള്ളാണെന്നല്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കൺക്ലൂഷൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.